ഇന്നലെ രാവിലെ മുതൽ AKG സെന്ററിൽ ചേർന്നിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർമാരെല്ലാം ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാനും ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. 2 മണിവരെ നടന്ന യോഗത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. 2 മണിക്ക് യോഗം അവസാനിച്ചിട്ടില്ല. വീണ്ടും യോഗം ചേരുന്നതിന് തീരുമാനിച്ചാണ് പിരിഞ്ഞത്. ആ പിരിയുന്ന ആ സമയത്തിനിടയിൽ ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ ആകണം എന്ന തീരുമാനം എടുത്തിട്ടില്ല. ഞാൻ അവിടെ നിന്ന് പോരാൻ കാരണം ഇന്ന് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയാണ്. സാധാരണ നിലയിൽ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ചുമതല. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്ററും എല്ലാമായിരുന്ന ഞങ്ങളുടെ പഴയകാല നേതാക്കളിൽ ഒരാളായ സഖാവ് ദക്ഷിണാമൂർത്തിയുടെ 8ാമത് ചരമവാർഷിക ദിനമാണ്. സാധാരണ നിലയിൽ ആ ദിനാചരണ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. ഞങ്ങളുടെയെല്ലാം ഒരു രാഷ്ട്രീയ ഗുരുസ്ഥാനത്തുള്ള ആളാണ് ദക്ഷിണാമൂർത്തി മാഷ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ ചരമദിന പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് അതിനുവേണ്ടിയാണ് ഞാൻ ഇന്നലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് വന്നത്. രാവിലെ അദ്ദേഹത്തിൻ്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടന്നു, അനുസ്മരണ മീറ്റിംഗ് നടന്നു. ആ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം ചിലർ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അപ്പോൾ പാർട്ടി തീരുമാനം എന്താണ് എന്നുള്ളത് എന്നെ അവസാനമായി അറിയിച്ചു കഴിഞ്ഞിട്ടില്ല. അപ്പം മിക്കവാറും ഇന്ന് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയാണ്. ഉച്ചയ്ക്ക് ശേഷം പാർട്ടി സംസ്ഥാന സെക്രട്ടറി പാർട്ടി തീരുമാനം പ്രഖ്യാപിക്കും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പാർട്ടി ഏതു തീരുമാനം എടുത്താലും ആ തീരുമാനത്തിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇതുവരെയും എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. ഞാൻ 1968 പാർട്ടി അംഗമായതാണ്. 1968 പാർട്ടി അംഗമായതിനു ശേഷം ഇത്രയും ഈ നീണ്ട കാലയളവിൽ പാർട്ടി തീരുമാനം അനുസരിച്ച് വിവിധ ചുമതലകൾ ഏറ്റെടുക്കാൻ ഞാൻ നിർബന്ധിതമായിട്ടുണ്ട്. വിവിധ പ്രദേശങ്ങളിൽ, ഞാൻ ജനിച്ചു വളർന്ന പ്രദേശത്തല്ല പാർട്ടി പ്രവർത്തനത്തിൽ എനിക്ക് കേന്ദ്രീകരിക്കേണ്ടി വന്നത്. പാർട്ടി തീരുമാനപ്രകാരം തീരുമാനിച്ച പ്രദേശങ്ങളിലെല്ലാം പോയി ഞാൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഓരോ ചുമതലയും ഏറ്റെടുത്തത്. അപ്പോൾ ഏത് ചുമതല പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞാലും ആ തീരുമാനം നടപ്പിലാക്കുക, സാധ്യതയ്ക്കനുസരിച്ച് കഴിവിനൊത്ത് നടപ്പിലാക്കുക. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ആ കുറവുകൾ പാർട്ടി നേതൃത്വവുമായിട്ട് ആലോചിച്ച് പരിഹരിക്കുക. ഇത്തരമൊരു സമീപനം എടുത്തുകൊണ്ടാണ് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടർന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഏതെങ്കിലും പുതിയ തീരുമാനം വന്നു കഴിഞ്ഞാൽ ആ തീരുമാനത്തെയും ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഞാൻ സമീപിക്കുന്നത്. സാധാരണ ഒരു സാഹചര്യം കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ പാർട്ടി മാറ്റിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. അല്ല, അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഞാൻ വ്യക്തിപരമായി പറയുന്നത് ശരിയല്ല. അത്തരം കാര്യങ്ങൾ എന്താണ് സാഹചര്യം, എന്താണ് പ്രശ്നം എന്നുള്ളത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പാർട്ടിയുടെ നിലപാട് എന്താണെന്നുള്ളത് വിശദീകരിക്കും. അപ്പോൾ അത് വരുമ്പോൾ നിങ്ങൾക്കെല്ലാം അത് മനസ്സിലാക്കി നിങ്ങൾക്ക് പറയാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അതിനെക്കുറിച്ച് ഞാൻ വ്യക്തിപരമായ അഭിപ്രായം പറയുന്നത് ശരിയല്ല. പാർട്ടി നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട സംസാരം ഉണ്ടായിരുന്നു? അല്ല, അത് എനിക്ക് ചോദ്യം മനസ്സിലായില്ല. ഇല്ല എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു വിഷയമില്ല. പാർട്ടിയിൽ അങ്ങനെ ഒരു കീഴ്വഴക്കില്ല. ഓരോരുത്തർക്കും എടുക്കുന്ന ചുമതല അയാളുമായിട്ട് ഡിസ്കസ് ചെയ്ത് ആലോചിച്ച് അങ്ങനെയല്ല എടുക്കുക. അങ്ങനെ ആലോചിക്കുന്നതിലും തെറ്റൊന്നുമില്ല, സംസാരിക്കുന്നതിലൊന്നും തെറ്റൊന്നുമില്ല. പക്ഷേ സാധാരണ നിലയിൽ പാർട്ടിയിൽ എടുക്കുക, പാർട്ടി തീരുമാനം അറിയിക്കുക, ആ തീരുമാനം നടപ്പിലാക്കുക. ഇത്തരമൊരു നിലപാടാണ് പൊതുവെ നമ്മൾ സ്വീകരിച്ചു വരുന്നത്. ആളെ സമ്മതം വാങ്ങിയിട്ട് ചുമതല ഏൽപ്പിക്കുക എന്നുള്ളതൊന്നും സാധാരണ നിലയിൽ പാർട്ടിയിൽ സ്വീകരിക്കുന്ന ഒരു സമീപനമല്ല. നിർണായകമായ രാഷ്ട്രീയ ഘട്ടത്തിലാണല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു തിരിച്ചടി, പുതിയ രാഷ്ട്രീയ സാഹചര്യം, രണ്ടാം തുടർ ഭരണത്തിന്റെ സാഹചര്യം, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഇതിനൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നാണ് കരുതുന്നത്? അല്ല, അതെല്ലാം വരട്ടെ, വരുന്നതിനനുസരിച്ച് നമുക്ക് ആലോചിക്കാം. ജനങ്ങൾ ഞങ്ങളോട് ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു മാൻഡേറ്റ് ഉണ്ട്. ജനങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ചിട്ടുള്ള CPM-ലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലും അർപ്പിച്ച വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഞങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതികരണം പാർട്ടി സെക്രട്ടറി നടത്തേണ്ടതാണ് എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം അത് സ്ഥിരീകരിക്കാത്തത്. ആർ ശ്രീജിത്തുണ്ട്. പക്ഷേ TP രാമകൃഷ്ണൻ LDF കൺവീനർ എന്നുള്ള കാര്യം നമ്മൾ സ്ഥിരീകരിക്കുകയാണല്ലോ ശ്രീജിത്ത്. ഇപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം വരെ കാത്തു നിൽക്കേണ്ടതില്ല, തീരുമാനം വന്നു കഴിഞ്ഞിരിക്കുന്നു അല്ലേ?
സ്മൃതി, CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി പൂർത്തിയായി. സംസ്ഥാന കമ്മിറ്റിയിലെ തീരുമാനം ഇതാണ്: TP രാമകൃഷ്ണനായിരിക്കും LDF-ന്റെ പുതിയ കൺവീനർ. LDF-ന്റെ പാർലമെന്ററി പാർട്ടിയുടെ പ്രധാന സ്ഥാനത്തുള്ള ആളാണ്. മാത്രമല്ല CPM-ന്റെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം CITU-വിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന ചുമതലയ്ക്ക് പുറമെ LDF-ന്റെ കൺവീനർ സ്ഥാനവും സംസ്ഥാനത്ത് ഏറ്റെടുക്കുകയാണ്. എന്തായാലും LDF കൺവീനർ സ്ഥാനത്തേക്ക് പുതിയൊരു നിയമനം വന്നിരിക്കുന്നു. TP രാമകൃഷ്ണൻ MLA ആണ്, പേരാമ്പ്ര MLA ആണ് ഈ പുതിയ സ്ഥാനം ഏറ്റെടുക്കുന്നത്. EPയെ LDF കൺവീനർ സ്ഥാനത്ത് മാറ്റാനുള്ള സംസ്ഥാന സെക്രട്ടറിയുടെ നിർദ്ദേശം സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചു. മുകേഷിൻ്റെ രാജി ആവശ്യവും സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. രാജി ആവശ്യത്തിൽ എന്ത് നിലപാടെടുത്തു എന്ന കാര്യത്തിൽ അല്പസമയത്തിനകം സ്ഥിരീകരണം നൽകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും മുകേഷിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ട് എന്ന കാര്യമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം.